പ്രിയപ്പെട്ടവരെ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. മൈത്രി സനത് കുമാർ എഴുതിയ പുസ്തകത്തിൻ്റെ പരിഭാഷ ശ്രീ എം ചന്ദ്രപ്രകാശ് എഴുതിയ അതീന്ദ്രിയ മനസ്സ് ആത്മീയതയുടെ പ്രകാശം എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, സദ്ഭാവന ട്രസ്റ്റിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നതാണ്, സദ്ഭാവന ട്രസ്റ്റ് 2-2.5 വർഷമായിട്ട് ഏകദേശം 500-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഇടയായതും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിനെ ഏത് കാര്യവും ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള കഴിവിലേക്ക് എത്തിക്കുകയും ചെയ്ത അദ്ദേഹമാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ വർഷം 1000 പുസ്തകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു ടാർഗറ്റ് നമ്മൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സദ്ഭാവന ട്രസ്റ്റിനെ ഇത്രയും ഭംഗിയായിട്ടാണ് നമ്മുടെ ചെയർമാൻ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഈ ചടങ്ങിൽ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹം എത്തിയിട്ടില്ല, എത്തുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം നടത്തുന്നത് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അദ്ദേഹമാണ്. ശാന്തിഗിരി ആശ്രമത്തിലെ നമുക്കറിയാം, കഴിഞ്ഞൊരു പുസ്തക പ്രകാശന ദിവസവും അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹമാണ് ഈ പുസ്തക പ്രകാശനം നടത്തുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഉടനെ തന്നെ എത്തും, വന്നുകൊണ്ടിരിക്കുകയാണ്. പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ രാജാ വാര്യർ സാറാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട, സദ്ഭാവന ട്രസ്റ്റ് തന്നെയാണ് അദ്ദേഹം. സാഹിത്യകാരനും നാടക പ്രവർത്തകനും നാടകത്തിൻ്റെ കുലപതി എന്ന് തന്നെ പറയാം. ഇക്കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ നാടകകാരൻ എന്ന് തന്നെ പറയാം. നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ നോട്ടത്തോടുകൂടിയാണ് എല്ലാ പുസ്തകങ്ങളും പ്രകാശന കർമ്മത്തിലേക്ക് കിടക്കുന്നത്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ കുടുംബാംഗം തന്നെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ P. സുദീപ് സാറാണ്. അദ്ദേഹം ശാന്തിഗിരി ഫൗണ്ടേഷൻ്റെ CEO ആണ്. അതിന് കൂടാതെ തന്നെ അദ്ദേഹം പല സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മുഴുകിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം നോർക്കയുടെ ഫോർമർ CEO ആയിരുന്നു. അതുപോലെ സെസിൻ്റെ ഫോർമർ ചീഫ് മാനേജറായിരുന്നു. അങ്ങനെ നമ്മുടെ ഔദ്യോഗിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും തൻ്റേതായ വ്യക്തിത്വം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ ഗ്രന്ഥകാരൻ ശ്രീ M. ചന്ദ്രപ്രകാശ്. അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു ഇന്ത്യക്ക് വെളിയിൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ധാരാളം സ്ഥാപനങ്ങളിൽ എഡിറ്ററായിട്ടും അതുപോലെ തന്നെ ധാരാളം പബ്ലിക്കേഷൻ്റെ ചുമതലകളും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. നോവൽ, കഥ, കവിത, വിജ്ഞാനം, വിവർത്തനം, ബാലസാഹിത്യം തുടങ്ങി ധാരാളം മേഖലകളിൽ 37 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സംസ്ഥാന പബ്ലിക്കേഷൻ വകുപ്പിൻ്റെ കീഴിലുള്ള ഫിലിം നിർമ്മാണ പാനലിലും വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ള പ്രൊഡക്ഷൻ പാനലിലും അദ്ദേഹം അംഗമായിരുന്നു. 30-ൽ പരം ഡോക്യുമെൻ്ററിയും 5ഓളം ലഘുചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററികൾക്കെല്ലാം തന്നെ സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവർത്തനത്തിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ MP കുമാരൻ അവാർഡും കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻ്റ് അവാർഡും സമഗ്ര സാഹിത്യ സംഭാവനയ്ക്ക് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരവും G. അരവിന്ദൻ്റെ ജീവചരിത്ര പുസ്തകത്തിന് തിക്കുറിശ്ശി സ്മാരക പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, അതീന്ദ്രിയ മനസ്സ് ആത്മീയതയുടെ പ്രകാശം എന്ന് പറയുന്ന പേര് പോലെ തന്നെ ആത്മീയ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പുസ്തകം എഴുതിയിരിക്കുന്നത് സ്വാമി മൈത്രി സനത് കുമാർ എന്ന സ്വാമിയാണ്. അദ്ദേഹം സനാതന ധർമ്മത്തെയും ബുദ്ധമാർഗങ്ങളെയും പരിശീലനവും ഉൾക്കാഴ്ചയും കൊണ്ട് സമന്വയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ദ മങ്ക് മൈൻഡ് എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് ചന്ദ്രപ്രകാശ് സാർ എഴുതിയിരിക്കുന്നത്. ജീവിതത്തിലെ അപ്രതീക്ഷിത നിമിഷങ്ങളിൽ മനുഷ്യൻ എത്തിച്ചേരുന്ന സന്യാസ മുഹൂർത്തങ്ങളെയാണ് ഇതിൽ കൂടുതലും അനുവർത്തനം ചെയ്തിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ച, വിവർത്തനത്തിനകം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഇദ്ദേഹത്തിൻ്റെ വിവർത്തന പുസ്തകം അങ്ങേയറ്റം സന്തോഷത്തോടുകൂടിയാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രകാശനം ചെയ്യുന്നത്. മാത്രമല്ല, ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണോ ഒറിജിനൽ പുസ്തകം അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആത്മീയ കാര്യങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ നമുക്കറിയാം ധാരാളം പാളിച്ചകൾ സംഭവിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളതെന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.
അദ്ദേഹം ഈ പുസ്തകം സദ്ഭാവന ട്രസ്റ്റിന് തന്നതിൽ അങ്ങേയറ്റം സന്തോഷം. വീണ്ടും അദ്ദേഹത്തിൻ്റെ നിന്നും ഇതുപോലുള്ള നല്ല പുസ്തകങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പുസ്തക പ്രകാശനം നടത്തുന്നത് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നേരത്തെയും ഇവിടെ പുസ്തക പ്രകാശനത്തിന് വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അന്ന് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം തന്നെ അറിയാം. എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കൂടിയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയും ഒക്കെയുള്ള പ്രഭാഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്ന ചിന്തയിൽ നിന്ന് പോലും പല വിധത്തിലുള്ള മാറ്റങ്ങളും പുരോഗമനമായ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്നും വലിയ ചെറിയ ചെറിയ വചനങ്ങൾ കൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും അതിൻ്റെ അനുഭവസ്ഥരുമാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ പുസ്തക പ്രകാശനം നടത്തുന്നത്. ഈ പുസ്തകം ആത്മീയ പുസ്തകമായതുകൊണ്ട് ഏറ്റവും അനുചിതമായ കൈകളിൽ തന്നെയാണ്, ഉചിതമായ കൈകളിൽ തന്നെയാണ് ഈ പുസ്തകം എത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. പ്രകാശന കർമ്മത്തിലേക്ക് അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിന് നന്ദി പറയുന്നത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീമതി സിന്ധു സുരേഷാണ്. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ഓരോ സാഹിത്യ സ്നേഹികളെയും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമീപകാലത്താണ് സനാതനധർമ്മം ഭാരതത്തിൻ്റെ ആധ്യാത്മിക മാനിഫെസ്റ്റോ എന്ന പേരിൽ നാം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം പുറത്തിറങ്ങിയത്. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിൽ മിക്കവാറും പങ്കെടുത്തവരാണ്. സനാതനധർമ്മത്തിൻ്റെ സവിശേഷതകളും അത് ഈ കാലഘട്ടത്തിൽ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ വിവാദങ്ങളും ആ വിവാദങ്ങൾക്കൊരു പരിഹാരം എന്ന നിലയിലുള്ള നേർവഴിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലയിലാണ് സനാതനധർമ്മം ഭാരതത്തിൻ്റെ ആധ്യാത്മിക മാനിഫെസ്റ്റോ എന്ന പേരിൽ ഡോക്ടർ മിനി ജോൺ തയ്യാറാക്കിയത് നാം പ്രസിദ്ധീകരിച്ചത്. ഇവിടെ ശ്രീ ചന്ദ്രപ്രകാശ് തയ്യാറാക്കിയ ഒരു പുസ്തകം അതീന്ദ്രിയ മനസ്സ്, ആത്മീയതയുടെ പ്രകാശം, മൈത്രി സനത് കുമാർ എഴുതിയ പുസ്തകത്തിൻ്റെ പരിഭാഷയാണ് ശ്രീ എം ചന്ദ്രപ്രകാശ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ആത്മീയ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ആത്മീയത മനസ്സിലില്ലാത്ത ഒരാളിന് അതിനിണങ്ങുന്ന ഭാഷ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശ്രീ ചന്ദ്രപ്രകാശിൻ്റെ ഈ പുസ്തകത്തിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ജയാശ്രീമാർ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ കൃതിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത നിലയിലുള്ള പരിഭാഷയാണ് നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ശ്രീ ചന്ദ്രപ്രകാശിൻ്റെ ഉള്ളിൽ ജീവിതത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മീയ ചിന്തയുടെ അടിസ്ഥാനമാണ് ഇത്തരത്തിൽ മികവുറ്റ നിലയിലുള്ള ഒരു പരിഭാഷ ഈ പുസ്തകത്തെ സംബന്ധിച്ച് നടത്തുവാൻ കഴിഞ്ഞത്. സന്യാസം എന്ന് പറയുന്നത് ഒരു ആദരണീയനായ സന്യാസിയാണ് നമ്മുടെ ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് ഒരു സന്യാസി അധ്യക്ഷനായ ഒരു പ്രസ്ഥാനത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച് വന്ന ആളുകളാണ്. സ്വാമി ഹരിനാരായണാനന്ദ അദ്ദേഹം ഭാരത് സാധു സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം സമാധിയാവുമ്പോൾ ഭാരത് സാധു സമാജത്തിൻ്റെ ചുമതല അദ്ദേഹം എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പം നാം എങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സന്യാസിയല്ലല്ലോ സ്വാമിജി എന്ന് പറഞ്ഞു. അപ്പം സ്വാമിജി മറുപടിയായി പറഞ്ഞു, യു ആർ വെയറിങ് വൈറ്റ് ആൻഡ് വൈറ്റ്.
യു ആർ റിയലി എ സാധു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമിജി, ധാരാളം സന്യാസിമാർ ഉള്ള പ്രസ്ഥാനമാണ് സാധു സമാജ്. ഐ നോ, ബട്ട് ഐ എം നോട്ട് ബിലീവിങ് ദം എന്ന് പറഞ്ഞിട്ട് സ്വാമിജി ഒരു കെട്ട് മുദ്രപത്രം ഒപ്പിട്ട് എന്നെ ഏൽപ്പിച്ചു. ഭാരത് സാധു സമാജത്തിൻ്റെ വകയായിട്ട് കിടക്കുന്ന പല ഭൂമി ബദരിയിലും ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡൽഹിയിലും യു പിയിലും ചണ്ഡീഗറിലും പാറ്റ്നയിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ സാധു സമാജത്തിൻ്റെതാണ്. അവിടെ പാറ്റ്നയിൽ പാടലീപുത്രം, പാറ്റ്നയിൽ താന്ത്രിക് വിദ്യാപീഠമുണ്ട്. താന്ത്രിക് വിദ്യാപീഠത്തിൻ്റെ ഡയറക്ടറും എക്സബിഷ്യ സാധു സമാജത്തിൻ്റെ സെക്രട്ടറിയായ നാമാണ് നിർവഹിക്കേണ്ടത് എന്ന നിലയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം അവിടെ ചില സ്വാമിമാരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സ്വാമി ചില ആളുകളോട് പറഞ്ഞു, അത് ബാലേന്ദ്രൻ പിടിച്ചെടുത്തിരിക്കുകയാണെന്ന് സാധു സമാജം. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ പിടിച്ചെടുത്തതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിടിച്ചെടുത്തെന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ സ്വാമി കേശവാനന്ദ എന്ന് പറയുന്ന സ്വാമിയാണ്. ആ സ്വാമി പുള്ളി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, പുള്ളിയാണ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് പുള്ളി വാർത്ത കൊടുത്തു. അപ്പോൾ ഇത് അറിയുന്ന മറ്റാളുകൾ പറഞ്ഞു, ഇത് കേശവാനന്ദയല്ല, കേശവാനന്ദയെ പണ്ട് തന്നെ സ്വാമി ഇതിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ സ്വാമിമാർ തന്നെ തമ്മിൽ അവിടെ തർക്കമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതറിയാം എന്നുള്ളത് കൊണ്ടാണ് സ്വാമി ഹരിനാരായണ എൻ്റെ തലയിൽ വെച്ച് തന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നടക്കുകയായിരുന്നു അതിന് പറ്റിയ മറ്റൊരു സ്വാമിയെ ഏൽപ്പിക്കാനായിട്ട്. നമുക്ക് പറ്റിയ സ്വാമിയാണ് സ്വാമി ഗുരുരത്നം എന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? കാരണം ശാന്തിഗിരി പോലുള്ള സ്ഥാപനം നന്നായി നടത്തുന്ന ആളാണ് അദ്ദേഹം. കാരണം എന്തായാലും ഞാനൊട്ട് വേഷം മാറാൻ പോകുന്നില്ല. അപ്പം അതിനിടയിലാണ് ഈ ബന്ധുവൊക്കെ കൂടി എന്നെ പിടിച്ച് വിനാപാനികൻ ആശ്രമത്തിൻ്റെ ചെയർമാനാക്കിയിരിക്കുന്നത്. അമ്മയും വിനോബഭാവിയും ഒക്കെ സന്യാസിമാരായിരുന്നു. ധ്യാനം മൗനമാണ് എന്ന നിലയിലാണ് അവരൊക്കെ വിശ്വസിക്കുകയും നമ്മെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. മൗനം ആചരിക്കുക എന്നുള്ളത് ഗാന്ധിയും അത് പിന്തുടർന്നു. മൗനം ആചരിക്കുക, മൗനത്തിലിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരു വലിയ കാര്യമാണ്. മൗനം പാലിക്കുക എന്ന് പറയുന്നത്. നമ്മിങ്ങനെ രാമായണം എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരു അപൂർവമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ രാത്രി കിടന്നാൽ ഞാൻ രാവിലെ 5:30-5:45 മണിക്കാണ് എണീക്കുക. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാത്രി 3 മണിക്ക്, 2:30-ക്ക്, 3 മണിക്ക്, 3:15 ഉണരും. പിന്നെ ഉറക്കം വരത്തില്ല. ആ സമയമാണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ, അതുവരെ കേട്ടിട്ടില്ലാത്ത, ചിന്തിക്കാത്ത പുതിയ ഭാഷ പോലും ആ സമയത്ത് ഇങ്ങനെ വരും. എവിടെ നിന്ന് വരുന്നു എനിക്കറിയില്ല. ചിന്തയിൽ ഇങ്ങനെ വരും, സാധനങ്ങൾ വരും. എവിടെ നിന്ന് വരുന്നു നമുക്കിനെ അറിയില്ല എന്താണെന്ന്. എന്തൊക്കെയൊക്കെ വരും, എവിടത്തൊക്കെയോ വരുന്ന ആളാണ്. അപ്പോൾ ഈ മൗനത്തിലിരിക്കുമ്പോൾ, ധ്യാനത്തിലിരിക്കുമ്പോൾ സന്യാസിമാർക്ക് ലഭിക്കുന്ന അറിവ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പലരും ഹിമാലയത്തിലും മറ്റ് പലയിടങ്ങളിലുമൊക്കെ ഗുഹയിലൊക്കെ പോയിരിക്കുന്നത്. പ്രശ്നമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഒതുങ്ങിയിരിക്കുവാനുള്ള ഒരു വാസന. ആത്മീയ ജ്ഞാനത്തെക്കുറിച്ചാണ്. ആത്മീയ ജ്ഞാനമാണ്, ആത്മീയമായ അറിവ്, ആത്മീയമായ ഉണർവാണത്. ആത്മീയ ഉണർവ് ലഭിക്കാൻ
പ്രാർത്ഥന വേണം എന്നിങ്ങനെ പറയും. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ നാം കുറേ ദൈവങ്ങളുടെ ചിത്രങ്ങൾ മനസ്സിലർപ്പിച്ച് ആ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു മനോഭാവമാണ് നമുക്കുള്ളത്. അത് വാസ്തവത്തിൽ ദൈവം എന്ന് പറയുന്നത് വളരെ ഇൻഫിനിറ്റാണ്, അനന്തമായ അനന്തതയിലാണ് ദൈവം. നമ്മിങ്ങനെ കണ്ണടച്ചിട്ടൊന്ന് അനന്തതയിലൊന്ന് ദൈവത്തെ സങ്കല്പിച്ചു നോക്കൂ. അനന്തതയിൽ നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഓബ്ജക്റ്റിലല്ല, അനന്തതയിൽ കണ്ണുകൾ പായിച്ച്, കണ്ണുകൾ ദൃഷ്ടി അങ്ങോട്ട് നോക്കി, അങ്ങനെ ഇരുന്ന് നോക്കി മൗനമായി ഒരേ സമയം 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഒന്ന് ഇരുന്ന് നോക്കൂ. നമ്മുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ഉദയം ചെയ്യുന്നത് കാണാം. അവിടെയാണ് ആത്മീയമായ പുതിയ ഉണർവെന്ന്, ആത്മീയ പ്രകാശം എന്ന് പറയുന്നത്. ആത്മീയമായ ആ അറിവ്, ആ പ്രകാശം എന്ന് പറയുന്നത് ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്ന് തന്നെ പറയും. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, പ്രപഞ്ചത്തിൻ്റെ താളം എന്ന് പറയുന്നത് ആത്മീയമായ അറിവാണ്. ആത്മീയത ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല. ആത്മീയത ഇല്ലെങ്കിൽ ഭൗതികമായി ഒന്നുമില്ല. ആത്മീയതയാണ് പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഭൗതികമായ അല്ലറ ചില്ലറ അറിവ് വെച്ചുകൊണ്ട് എല്ലാവരും ചിലർ തർക്കിക്കുന്നത് കാണാം. ശാസ്ത്രീയമായ തെളിവില്ലല്ലോ, ശാസ്ത്രീയമായ അതില്ലല്ലോ, ഇതില്ലല്ലോ എന്ന്. ഇതിനേക്കാളൊക്കെ എത്രയോ 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 അപ്പുറമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ, അങ്ങനെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ആ നിലയിലേക്കുള്ള മനസ്സെത്തണം. ആ മനസ്സെത്താൻ കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കലാണ് ഇത്തരം പുസ്തകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ ചന്ദ്രപ്രകാശ് വേറൊരു വലിയ കാര്യം ചെയ്യുകയാണ്. അവിടെ ശാന്തിഗിരി ആശ്രമത്തിൽ തന്നെ OVGനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പം നമ്മങ്ങനെ OVGനെ കുറിച്ചുള്ള ജീവചരിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ ചന്ദ്രപ്രകാശ് പറയുകയായിരുന്നു, മലയാള ഭാഷയിൽ എന്നല്ല, ലോകഭാഷയിൽ OV വിജയന് സമാനായ ഒരു സാഹിത്യകാരൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. കാരണം OVGന്റെ ഭാഷ എന്ന് പറയുന്നത്, ഭാഷയുടെ പ്രയോഗം എന്ന് പറയുന്നത് ഒരു അക്ഷരം പോലും ഒരു സാഗരം. ഒരു വരി എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിലെ ഓരോ അക്ഷരത്തിൻ്റെയും ഡെപ്ത് എന്ന് പറയുന്നത്, ആഴമെന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. പരത്തി പറയുക എന്ന് പരത്തി പറയും, നമ്മളിങ്ങനെ പരത്തി പറയും. ഒരു ചെറിയ കാര്യം തന്നെ ഇങ്ങനെ നീട്ടി നീട്ടി പറയും. ഇതല്ല, ചുരുങ്ങിയ വാക്കുകളിൽ, ഭാഷയിൽ അത്ര ആഴത്തിൽ OVGൻ തൻ്റെ സൃഷ്ടി നടത്തി. OVGൻ്റെ മനസ്സ് മുഴുവൻ ആത്മീയമായിരുന്നു. ആത്മീയതയുടെ അടിത്തറയിലാണ് OVGന്റെ സൃഷ്ടികളൊക്കെ. OVGൻ ആ നിലയിൽ ചിന്തിക്കുകയും ആ നിലയിൽ ജീവിക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിരവധി സൃഷ്ടികൾക്ക് ശേഷം ഗുരുസാഗരം എന്ന പേരിൽ ഒരു സൃഷ്ടി ശാന്തിഗിരിയിൽ താമസിച്ചുകൊണ്ട് തയ്യാറാക്കിയത്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, ആത്മീയത എന്ന് പറയുന്നത് കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല. പ്രാർത്ഥന നല്ലതാണ്. പ്രാർത്ഥന ആത്മീയതയ്ക്കുള്ള ചുവടുവയ്പ്പാണ്. ഭജൻ ആത്മീയതയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. ഭജനാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഭജനാണ്, യാഗങ്ങളല്ല. ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭജനാണ്. ഭജൻ, നമ്മളൊരു ഭജനയിൽ പങ്കെടുക്കണം, ഭജന നടത്തണം. ഭജന ബിന സുഖ ശാന്തി നഹീം എന്നാണ്. ഭജനയാണ് ഭജന. ഭജന എന്തിനാ? ഭജനയിലൂടെ ആളുകളെ ആകൃഷ്ടരാക്കുവാനും അതിലൂടെ ആത്മീയതയുടെ വാതിലുകൾ തുറക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിലേക്കൊക്കെ തന്നെ വെളിച്ചം വീശുന്ന പുസ്തകമാണ് ഈ ചന്ദ്രപ്രകാശിൻ്റെ ഈ പുസ്തകം. ഈ പുസ്തകം ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. സ്വാമി ഗുരുരത്നത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് ജയാശ്രീമോട് സൂചിപ്പിച്ചു.
സ്വാമിജി ഉപയോഗിക്കുന്ന വാക്കുകൾ ചെറിയ ചെറിയ വാക്കുകളാണ്. വളരെ നീട്ടിപ്പിടിച്ചല്ല പറയാം, ചെറിയ ചെറിയ വാക്കുകളിലൂടെ വളരെ വലിയ ആശയങ്ങൾ പറയുകയാണ്. ആളുകളോട് വലിയ ആശയങ്ങൾ പറയുകയാണ്. ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ, സ്വാർത്ഥത, മോഹം, ഇതൊക്കെ അയാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങളാണ് എന്ന് എന്ത് കൃത്യതയോടുകൂടി വിശദീകരിക്കുന്നു. ആർത്തി, ഇതിൻ്റെയൊക്കെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് ഇങ്ങനെ സ്വാമിജി ചെറിയ വാക്കുകളിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ആ ഉണർത്തുവാൻ കാരണം ആഴത്തിലുള്ള ആത്മീയതയിലുള്ള അടിത്തറയാണ്. അതുകൊണ്ടാണ് അത്തരം വാക്കുകൾ വരുന്നത്, ഇല്ലെങ്കിൽ വരത്തില്ല. പലരും സംസാരിക്കുമ്പോൾ നമുക്കറിയാം ധാരാളം കാര്യങ്ങൾ പറയും. അവസാനം നാം ചോദിക്കും എന്താ പറഞ്ഞതെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ എന്തൊക്കെയൊക്കെ പറഞ്ഞെന്ന് മാത്രം നമുക്കറിയാം, ഇല്ലേ? എന്തൊക്കെയോ ധാരാളം കാര്യങ്ങൾ, അത് ഒരുപാട് 1 മണിക്കൂർ 2 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചു. നമുക്ക് എന്ത് കിട്ടിയെന്നിട്ടാൽ എന്ത് കിട്ടിയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് കിട്ടിയത് വളരെ 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 ഇതായിട്ട് തോന്നുന്നു. നമുക്ക് ഈ അടുത്ത കാലത്ത് ഒരുപാട് എന്നെ സ്വാധീനിച്ച ആളാണ് നമ്മുടെ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ്റെ ഭർത്താവ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ ഒരുപാട് വായനയും ഒരുപാട് ചിന്തയും പ്രാർത്ഥനയുമുള്ള ആളാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നു ഇത്രയും പണ്ഡിതനായ ഒരാൾ എങ്ങനെ വെറുതെ അവിടെ ഇങ്ങനെ ഇരുന്നാലും എന്താണ്. പക്ഷെ പുള്ളി അങ്ങനെ ഇരിക്കുന്നതാണ് പുള്ളിക്ക് സന്തോഷം. പക്ഷെ പുള്ളി വളരെ 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 ആത്മീയ ജ്ഞാനമുള്ള ആളാണ്. ഈ ആത്മീയതയിലേക്കുള്ള ഒരു ആത്മീയ ദർശനത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഈ പുസ്തകം നമുക്ക് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതീന്ദ്രിയ മനസ്സ്, ആത്മീയതയുടെ പ്രകാശമെന്ന്. ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. ആ പുസ്തകത്തെക്കുറിച്ച് ഗ്രന്ഥകർത്താവ് സംസാരിക്കും, സ്വാമിജി സംസാരിക്കും, ഡോക്ടർ രാജാവാര്യർ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതലായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തതായി ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനായി, അല്ല മുഖ്യപ്രഭാഷണം നടത്തുവാനായി ഡോക്ടർ രാജാവാര്യർ സ്വാമിജി ഈ പുസ്തക പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. സ്വാമി ഗുരുരത്ന ജ്ഞാനസരസ്വതിയെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായ ശ്രീ BS ബാലേന്ദ്രൻ സാർ അവറുകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ രാജാ വാര്യർ അവറുകൾ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ M ചന്ദ്രപ്രകാശ് അവറുകൾ, സ്വാഗതം ശ്രീകുമാർ, ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീമതി സിന്ധു സുരേഷ്, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ സുദീപ് സർ അവറുകൾ, മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സഹൃദയരെയും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഈ പ്രസ്ഥാനവുമായി വളരെ വലിയ ബന്ധം സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. ബാലേന്ദ്ര സാറിൻ്റെ പ്രവർത്തനങ്ങളോട് അഭ്യുദയകാംക്ഷിത്വം പുലർത്തിക്കൊണ്ട് ഇതിനോടകം പൊതുരംഗത്ത് ചെറുതായി രൂപപ്പെടുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വളരെ വിശാലമായ അർത്ഥത്തിൽ ആത്മീയതയെ അപഗ്രഹിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുകയാണ്. അതീന്ദ്രിയ മനസ്സ്, ആത്മീയതയുടെ പ്രകാശം. ആത്മീയത എന്ന് പറയുന്നത് തന്നെ അതീന്ദ്രിയതയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭൗതികം
എവിടെ തീരുന്നു അവിടെ ആത്മീയത ആരംഭിക്കുന്നു. നേരത്തെ ബാലേന്ദ്ര സാർ ഒരു സന്ദേഹിയുടെ മൗനത്തെക്കുറിച്ച്, ഒരു സന്യാസിയുടെ ശാന്തഗംഭീരമായ ധ്യാനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അത്ഭുതത്തോടു കൂടിയാണ് ഞാനതിനെ കേട്ടത്. കാരണം സന്യാസമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും സന്യാസിയാകുവാൻ സാധിക്കുകയില്ല. സന്യാസിയാകുക എന്ന് പറയുന്നത് ചിലർക്ക് അത് ഇൻബോണായി കിട്ടുന്നൊരു കാര്യമാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ആകസ്മികമായി ഒരു ഗുരുകാരുണ്യത്തിൽ ലഭിച്ച ഒരു അനുഗ്രഹം. നമ്മുടെ കഴിവാണ് എന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കുകയില്ല. മനുഷ്യജീവിതത്തിലെ ഏറ്റവും മഹത്തായതും എന്നാൽ ലോകത്തിലെ ദുർഗ്രഹവുമായ ഒരു കാര്യമാണ് സന്യാസം. ഭൗതിക ലോകത്തിൻ്റെ ആകുലതകളിൽ നിന്നും അല്ലെങ്കിൽ ആകർഷണങ്ങളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നുമൊക്കെ മാറി അതിൽ നിന്ന് സ്വയം മുക്തി പ്രാപിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മുക്തനാകുക എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ലൗകികമായ ബന്ധനങ്ങളിൽ നിന്നും ക്രിയാക്രമങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടി ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആനന്ദത്തെ തേടിയുള്ള യാത്രയാണ് സന്യാസം. സന്യാസമെന്ന വാക്കിന് നന്നായി നിക്ഷേപിക്കപ്പെട്ടത് അല്ലെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. അത് കേവലമായ ഒരു കാഷായം ധരിക്കുന്നത് കൊണ്ടോ വീടോ കുടുംബമോ മറ്റു കാര്യങ്ങളോ ഉപേക്ഷിക്കുന്നത് കൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല. തന്നിൽ അന്തർലീനമായിരിക്കുന്ന ഭാവങ്ങളെ ഒരു പ്രത്യേകമായ രീതിയിൽ മനനം ചെയ്ത് അതിനതീതമായി മനസ്സിൻ്റെ സമ്പൂർണമായ പരിവർത്തനത്തിന് ഉടമയാക്കുവാൻ പര്യാപ്തമായ നിലയിൽ വൈവിധ്യമായി ചിന്തകളെ സാംശീകരിക്കുന്ന ഒരാളെ നമുക്ക് സന്യാസിയാണ് എന്ന് വിളിക്കാം. ആധുനിക കാലത്ത് അതിൻ്റെ പ്രസക്തിയാണ് പ്രധാനമായും ഇവിടെ ഈ പുസ്തകത്തിലൂടെ ചർച്ച ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതീന്ദ്രിയമായ മനസ്സ് ആത്മീയതയുടെ പ്രകാശം. ഇന്ദ്രിയങ്ങൾക്കതീതമായ ചിന്തകൾ ഒരു മനുഷ്യനിൽ ആത്യന്തികമായി ഉണ്ടാകുന്നത് സന്യാസത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറയാം. ഇവിടെ നേരത്തെ സാർ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച അതുപോലെ തന്നെ ഒരു മനുഷ്യന് ഉറങ്ങാൻ കഴിയാതിരിക്കുന്നത് എപ്പോഴാണ്? ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ്, വ്യാകുലതകൾ ഉണ്ടാകുമ്പോഴാണ്. ലോകത്തെക്കുറിച്ചുള്ള വ്യാകുലതകൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യാകുലതകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നമുക്കൊന്നും ഉറങ്ങുവാൻ സാധിക്കുകയില്ല. പക്ഷേ നിസ്വന്തമായ സ്വച്ഛമായ ഒരു മനസ്സിൽ സാത്വികമായി നിലകൊണ്ട് തൻ്റെ സ്വത്വം ഇങ്ങനെ പരാശ്രയമില്ലാതെ ജീവിക്കുന്ന സമയത്ത് ഒരാൾ ഉറങ്ങുമ്പോൾ അശരീരി പോലെ നല്ല വാക്കുകളും ചിന്തകളും ഉണ്ടാകും. എന്നെക്കുറിച്ച് സാർ ഇവിടെ സൂചിപ്പിച്ച സമയത്ത് എനിക്ക് പറയുവാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സുകൊടുത്തിരുന്നത് കൊണ്ടല്ല നമ്മുടെ ഉള്ളിൽ ചിന്തയും വാക്കുകളും ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്വത്വബോധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ അന്തരാളങ്ങളിൽ എവിടെയോ വാക്കുകളുണ്ട്, ചിന്തകളുണ്ട്, പ്രകാശങ്ങളുണ്ട്. അത് ഹൃദ്യസ്ഥമാക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ പരിശ്രമിക്കുന്നു. അതിനെ വിദ്യാഭ്യാസം എന്ന് പറയാം, അല്ലെങ്കിൽ പരിശീലനം എന്ന് പറയാം. പക്ഷെ തൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ആ ബോധം ചില പ്രത്യേകമായ സമയങ്ങളിൽ ഈ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അതാണ് പിന്നീട്
വാക്കുകളായി, ചിന്തകളായി ഒക്കെ ലോകത്തിലേക്ക് വരുന്നത്. അത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ചിന്തകൾ, ബുദ്ധനെ പോലെ അതിമാനുഷികരായ ആളുകളുടെ ചിന്തകൾ. സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ കണ്ട സന്യാസം എന്താണ്? ഇപ്പോൾ ഇവിടെ സാർ സൂചിപ്പിച്ചു മഹാനായ ഒരു സന്യാസിയെക്കുറിച്ച്, ഹരി നാരായണ ആനന്ദ്. അദ്ദേഹത്തിൻ്റെ പടം ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക അവബോധത്തെ പ്രോജ്വലിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രസ്ഥാനത്തിന് ബീജാപാപം ചെയ്യുക എന്ന് പറയുന്നത് ശരിയ കാര്യമല്ല. അത് ധൈഷണികമായ ധാരണകളെ ആത്മീയതയിൽ ചാലിച്ച് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രത്യക്ഷമായ ഭാവമാണ്. ഒരു സന്യാസിയുടെ ധർമ്മമാണ് അദ്ദേഹം നിർവഹിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ആ പാരമ്പര്യത്തെ അന്യം നിന്ന് പോകാതിരിക്കുവാൻ സന്യാസിമാരിലേക്ക് അദ്ദേഹം അത് കൊടുത്തില്ല. ആധുനിക കാലഘട്ടത്തിലുള്ള സന്യാസത്തിൻ്റെ മാനദണ്ഡം പലതും നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ്. ആഗ്രഹ നിബദ്ധമായ ജീവിതം നമ്മളെപ്പോലെയുള്ള ആളുകൾ വിഭാടനം ചെയ്യേണ്ടതാണ് എങ്കിൽ അത് സ്വന്തം ചുമലിലേക്ക് എടുത്തിടുന്ന കാഴ്ചയാണ് പല സന്യാസ ലാവണങ്ങളിലും പലപ്പോഴും കാണുവാൻ സാധിക്കുന്നു. അത് ഒരിക്കലും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആധുനിക ലോകത്തെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ സന്യാസിമാരും തത്രപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരു തമാശ എന്നോണം പറഞ്ഞാൽ 2002 എനിക്ക് തോന്നുന്നു. അന്ന് നമ്മുടെ KR ഗൗരിയമ്മ വ്യവസായ മന്ത്രിയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ചേർത്തലയാണ്. അപ്പോൾ അവിടെ ഈ ഗൗരിയമ്മ വോട്ടിനൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട്. വോട്ടിനൊക്കെ മാത്രമേ വരാറുള്ളൂ. അങ്ങനെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വ്യവസായ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ആശ്രമത്തിലേക്ക് വന്നു. ഞാൻ ആശ്രമത്തിൽ സന്യാസിയായി 2001 25 വർഷത്തിന് മുമ്പ്. ഞാനിങ്ങനെ വ്യവസായ മന്ത്രിയെ കാണാനായിട്ട് സെക്രട്ടേറിയറ്റിൽ പോകുന്നു. അന്ന് ഈ മൊബൈലുകൾ ഇറങ്ങിയ സമയമാണ്. ഇറങ്ങിയതല്ല, അത് വ്യാപകമായി തുടങ്ങുന്നതിൻ്റെ സമയമാണ്. അപ്പോൾ പോത്തൻകോട് പ്രദേശത്തെ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആശ്രമത്തിൽ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫോൺ. അതൊരു എക്സ്പോർട്ടൽ എന്ന് പറയുന്നൊരു ഫോണാണ്. ഒരു ഇഷ്ടികയുടെ അത്രയുള്ള ഫോണാണ് ഇത്. ഇത് റിങ് ചെയ്യുമ്പോൾ പള്ളിമണി അടിക്കുന്ന പോലെയാണ്, ഭയങ്കര ശബ്ദമാണ്. അപ്പം ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എന്നെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ഗൗരിയമ്മയെ കാണാനായിട്ട് ഓഫീസിൽ ചെന്നു, വാതിൽ തുറന്നു, അകത്ത് കയറി. ഞാനൊരു നിവേദനം അവരുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ എൻ്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു. അവർ പേടിച്ചു. ഞാൻ ചാടി പുറത്തിറങ്ങി. ആ സമയത്ത് 2 പെൺകുട്ടികൾ എൻ്റെ മുമ്പിലൂടെ പോകും. അപ്പോൾ അവർ പറഞ്ഞു, പണ്ടത്തെ സ്വാമിമാരുടെ കയ്യിലൊക്കെ കമണ്ടലു യോഗദണ്ഡും ഒക്കെയാണ്, ഇന്നത്തെ സ്വാമിമാരുടെ കയ്യിൽ മൊബൈൽ ഫോൺ. കാലം മാറിയൊരു മാറ്റം. അപ്പം ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി. പണ്ടത്തെ സന്യാസിമാർ കാട്ടിലും മേട്ടിലും വനാന്തരങ്ങളിലും ഗുഹാമുഖങ്ങളിലും അതുപോലെ പുഴയുടെ ഓരങ്ങളിലുമൊക്കെയാണ് ജീവിച്ചത്. സാറ് നേരത്തെ പറയുകയുണ്ടായി, ജ്ഞാനമാർഗം. ബുദ്ധന് ജ്ഞാനമുണ്ടായത് ബോധിവൃക്ഷത്തിൻ്റെ തണലിൽ സമാധാനമായി പോയിരിക്കുന്ന സമയത്താണ്. ആ ജ്ഞാനപരതയുടെ അപാരതകൾ ആ മനസ്സിലേക്ക് ചെറിയ ദൈവീകമായ ചില ഒരുക്കലുകൾ നടത്തിയപ്പോൾ ലോകത്തിന് ഏറ്റവും വൈജ്ഞാനികമായ ഒരു ആത്മീയതയെ, ബുദ്ധമതത്തെ ലോകത്തിന് സമ്മാനിച്ചു. പ്രാചീന കാലഘട്ടത്തിലെ സന്യാസവും ആധുനിക കാലഘട്ടത്തിലെ സന്യാസവും എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്നത് പോലെ
വൈരുദ്ധ്യങ്ങളുടെ കൂട്ടമായിട്ടാണ് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ആ വൈരുദ്ധ്യങ്ങൾ എക്കാലത്തും ഉണ്ട്. നമ്മളൊക്കെ സന്യാസിയായി സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമൂഹം വിചാരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം പ്രതീക്ഷിക്കുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ നിന്നും മാറിപ്പോയാൽ സമൂഹം നമ്മളെ അംഗീകരിക്കുകയില്ല. ഞാൻ സൂചിപ്പിക്കുവാൻ ശ്രമിച്ചത് ശാശ്വതമായ ഒരു മാനസികാവസ്ഥയാണ് സന്യാസം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മൗനവാത്മീകങ്ങളിൽ ജീവിതത്തെ സാംശീകരിച്ചെടുക്കുമ്പോൾ തപസ് എന്ന് പറയുന്നത് ശരീരത്തെ ചൂടാക്കലാണ്. തപം ചെയ്യുക, തപസ്സനുഷ്ഠിക്കുക. സന്യാസം എന്ന് പറയുന്നത് വലിയ താപമാണ്, വലിയ ചൂടാണ്, വലിയ ഉഷ്ണമാണ്, മാരകമായ തീഷ്ണതയുടെ ഏറ്റവും വലിയ ഉള്ളുകത്തലാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് 5000 വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ട സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അധികരിച്ച ചൂട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അദ്ദേഹം ഓടക്കുഴൽ വായിക്കുന്നത് തന്നെ തൻ്റെ ഉള്ളിൽ അധികരിച്ചിരിക്കുന്ന ചൂടിനെ സംഗീതവുമായി ചേർത്ത് ആ ഒരു ബുദ്ധിമുട്ടുകളെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കള്ളകൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. എന്തിനാണ് കള്ളനെന്ന് വിളിക്കുന്നത്? എല്ലാവരുടെയും വീട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ എന്താ പറയുക, തൈരൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ പാലൊക്കെ ഇങ്ങനെ ഉറവ വെക്കുന്നു. അങ്ങനെയുള്ള വെച്ചിരിക്കുന്ന ആ വീടുകളിൽ ചെന്ന് ഓടിക്കയറി അവരുടെ ഉറികളിൽ നിന്നും ഈ വെണ്ണ എടുത്ത് കഴിക്കുന്ന കള്ളൻ, കട്ടെടുത്ത് കഴിക്കുന്ന കള്ളൻ യഥാർത്ഥത്തിൽ തൻ്റെ ഉള്ളിൽ അധികരിച്ചിരിക്കുന്ന തപാഗ്നിയെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ ഓടി പുറത്തിറങ്ങി ഈ കാര്യമെന്ന് പറയുന്നത് ചെയ്തത്. അപ്പം സന്യാസം തപസ്സാണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ തപസ്സിങ്ങനെ ഉമിത്തിയെ എരിഞ്ഞ് അതിൻ്റെ ജ്വലനത്തിൽ നിന്നാണ് പ്രകാശങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ അതീന്ദ്രിയതയുടെ അപാരതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെ പ്രകാശമുണ്ടാകും? പ്രകാശമുണ്ടാകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിടിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുദേവൻ പറഞ്ഞത് മുട്ടുവിൻ തുറക്കപ്പെടും. മുട്ടുക എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. മുട്ടുവിൻ തുറക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മുട്ടുകളിൽ പോയി നമ്മൾ മുഖമിടിച്ച് നിന്നതിന് ശേഷമാണ് അവിടെ ദൈവത്തിൻ്റെ വാതിൽ തുറക്കും. നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വാതിലായിട്ടാണ് സന്യാസ ജീവിതത്തെ നമ്മളൊക്കെ കാണുന്നത്. നമ്മളൊക്കെ ഈ സ്കൂളിൽ പോയി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരാകണമെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളും ഒക്കെ ചെല്ലുന്ന സമയത്ത് അവരെല്ലാവരും പറയും എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഡോക്ടറാകണം, രാഷ്ട്രീയക്കാരനാകണം, അതുപോലെ ഏതെങ്കിലുമൊക്കെ നില കൃഷിക്കാരനാകണം, IAS കാരനാകണം, എല്ലാം പറയും. പക്ഷെ സന്യാസി ആകണമെന്ന് ആരും പറയാറില്ല. അപ്പം സന്യാസം എന്ന് പറയുന്നത് ഈ മുകളിലിരിക്കുന്ന ഈ പടത്തിൽ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും സന്യാസിയാകണമെന്ന് ഹിന്ദു ആചാരപ്രകാരം അങ്ങനെ പറഞ്ഞാൽ പിന്നീട് തീർന്നു. ഈ ദേശാടനം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു കുട്ടി സന്യാസത്തിൻ്റെ വഴിയിലേക്ക് പോകും. അവൻ്റെ ജാതകത്തിൽ സന്യാസമുണ്ട്. പക്ഷേ അവൻ്റെ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരു അച്ഛൻ്റെയും മകൻ്റെയും വൈകാരികമായ ബന്ധത്തിലുള്ള ആ ഒരു ഇടർച്ചകളെയാണ് ആ സിനിമയിലൂടെ വളരെ സമഗ്രമായിട്ട് ജയരാജ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം സന്യാസം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുക, നല്ല കാര്യമാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാനോ അംഗീകരിക്കുവാനോ കഴിയാത്ത കാര്യമാണ്. പക്ഷെ മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ക്രിസ്തു മതത്തിലാണെങ്കിൽ ഒരു ബിഷപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു മെത്രോപ്പൊലീത്ത ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്, കല്യാണം പോലും നിശ്ചയിക്കപ്പെടുന്നത്
ആ ഇന്ന ബിഷപ്പിൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ്. ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സന്യാസം ഏറ്റവും മഹത്വപൂർണമായ കാര്യമാണ്. നിങ്ങളെല്ലാവരും സന്യാസം അല്ലെങ്കിൽ സന്യാസത്തിനെ കുറിച്ച് ചിന്തിക്കാനോ സന്യാസത്തിൻ്റെ വഴിയിൽ വരുവാനോ അല്ല, ആ അർത്ഥത്തിലല്ല ഞാൻ സംസാരിച്ചത്. സന്യാസം വളരെ മഹത്വപൂർണമായ കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്. എന്തുകൊണ്ട് സാറിന് തൻ്റെ മുൻഗാമിയായിരിക്കുന്ന ഒരാളെക്കുറിച്ച് അത്ര വൈശിഷ്ട്യത്തോടു കൂടി പറയുവാൻ സാധിക്കും? സന്യാസി ക്രാന്തദർശിയാണ്, ദീർഘവീക്ഷണമുള്ളവനാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുദ്രപത്രങ്ങളെ, നൂറുകണക്കിന് മുദ്രപത്രങ്ങളെ ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അയാളുടെ കൈകൾ ഭദ്രമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് തൊട്ടറിഞ്ഞ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒരു വലിയ സൊസൈറ്റി ഉണ്ട്, ഊരാളുങ്കൽ. ആ സൊസൈറ്റി കണ്ണൂരിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രയോക്താവ് സ്വാമി വാഗ്ഭടാനന്ദൻ. കാലങ്ങൾക്ക് മുമ്പ് ഊരാളുങ്കൽ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ആ പ്രസ്ഥാനം ആയിരക്കണക്കിനായിട്ടുള്ള, ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾക്ക് തൊഴിലുൾപ്പെടെയുള്ള, ജീവിതോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സന്യാസി അത് രണ്ട് ആധുനിക കാലഘട്ടത്തിലുള്ള ആളുകളെ താരതമ്യപ്പെടുത്തിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പം സന്യാസത്തിന് വലിയ മഹത്വമുണ്ട്. ആ സന്യാസത്തിൻ്റെ മഹത്വത്തെ കാണേണ്ടത് നമ്മളെപ്പോലെയുള്ള ആളുകളിലൂടെയല്ല, സ്വാമി വിവേകാനന്ദൻ. ഞാനും സ്വാമി വിവേകാനന്ദനും തമ്മിൽ താരതമ്യം നടത്തിക്കഴിഞ്ഞാൽ ഒരു കടലും ഒരു കപ്പ് വെള്ളം പോലെയും നമുക്കതിനെ കാണുവാൻ സാധിക്കും. അപ്പം സന്യാസത്തിൻ്റെ മഹത്വം ലോകത്തിൽ ഉദ്ഘോഷിച്ച മഹാമനീഷികളായ ആളുകൾ പകർന്നു തന്ന പാരമ്പര്യമാണ്. അവർക്ക് ജ്ഞാനം കിട്ടിയത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്? അതീന്ദ്രിയതയുടെ അപാരതകളിലാണ്. സത്യവും അഹിംസയും ഒക്കെയാണ് സന്യാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ആർക്കും ദോഷം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സന്യാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഞങ്ങളൊക്കെ സന്യാസത്തിലേക്ക് തിരിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. അതിനകത്ത് പറഞ്ഞ ഒറ്റ കാര്യം ഏറ്റവും പ്രധാനമായി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം പഠിച്ച വാക്ക്, മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും നിന്ദയിലും തുല്യരായിരിക്കും. മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും നിന്ദയിലും തുല്യരായിരിക്കും. ലോകമേ തറവാട് എന്ന് കരുതുക. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ആപ്തവാക്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ്. രണ്ട് തരത്തിലാണ് സന്യാസത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ബാഹ്യമായ സന്യാസം, രണ്ട് ആന്തരികമായ സന്യാസം. ഈ ബാഹ്യ സന്യാസം എന്ന് പറയുന്നത് എൻ്റെ മാനറിസങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആന്തരികമായി എൻ്റെ സന്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ എഴുത്തുകളോ എൻ്റെ വാക്കുകളോ അതിനേക്കാൾ ഉപരിയായി നിങ്ങളോടുള്ള ഇടപെടലുകളോ ഒക്കെ ആയിരിക്കും. നല്ല ഇടപെടലുകൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരിൽ നിന്നാണെന്ന് പറയും. ഈ ഭോജരാജാവ് എന്ന് പറയുന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലൊരു വിദ്വൽ സദസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനം ഏതാണ്? പലരും പല ഉത്തരങ്ങളും പറഞ്ഞു. ഒരാൾ പറഞ്ഞു പഞ്ചസാര, ഒരാൾ പറഞ്ഞു കൽക്കണ്ട, ഒരാൾ പറഞ്ഞു കരിമ്പ്, ഒരാൾ പറഞ്ഞു പാൽപ്പായസം. ഈ ഉത്തരങ്ങളൊന്നും രാജാവിന് തൃപ്തിയായില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ പുറകിൽ നിന്നും ഒരാൾ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനമെന്ന് പറയുന്നത് നല്ല വാക്കുകളാണ്. ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനമെന്ന് പറയുന്നത് നല്ല വാക്കുകളാണ്. നമുക്ക് പരസ്പരം നല്ല വാക്കുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ഞങ്ങളൊക്കെ സന്യാസത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗുരു പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നല്ല വാക്കുകൾ ഉപയോഗിക്കുവാനാണ്. ആ നല്ല വാക്കുകൾ
മനുഷ്യൻ്റെ മതിലുകളെ തകർക്കുമെന്ന് ഗുരു പറയുകയുണ്ട്. സന്യാസത്തിന് അടിസ്ഥാനപരമായ യോഗ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് പല നിലകളിലാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ സന്യാസി ബാഹ്യമായ ചിന്തകൾക്ക് അതീതമായി ആന്തരികമായ വിരക്തികൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇപ്പോൾ ശ്രീനാരായണ ഗുരു, ഇപ്പോൾ കരുണാകര ഗുരു ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് കാരണം എന്നെ സന്യാസിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഗുരു ഒരു തോർത്തുമുണ്ടാണ് പുതച്ചത്, വെള്ള വസ്ത്രമാണ് പുതച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. മഞ്ഞ വസ്ത്രമൊക്കെ പീതവസ്ത്രമൊക്കെ ധരിച്ചത് അദ്ദേഹം വല്ലപ്പോഴുമാണ്. സാധാരണയായി അദ്ദേഹം കൊളംബോയിൽ പോയ സമയത്ത് വെള്ളവസ്ത്രം അദ്ദേഹം ധരിച്ചിരുന്നു എന്ന് പറയുന്നു. സ്വാമി വിവേകാനന്ദൻ പോലും യഥാർത്ഥത്തിൽ ആ ലാളിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ രൂപമാണ്. നമുക്കറിയാം സന്യാസത്തിൻ്റെ ചരിത്രത്തിന് അതിൻ്റെ കാലപ്പഴക്കം ഒരിക്കലും നിർണ്ണയിക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആശ്രമത്തിലൊരു സിദ്ധ മെഡിക്കൽ കോളേജുണ്ട്, സിദ്ധവൈദ്യം പഠിപ്പിക്കുന്ന ഇടമാണ്. ഞാനവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കുകയായിരുന്നു, ലോകത്തിൽ ആദ്യമായി ഉണ്ടായ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സിദ്ധവൈദ്യമാണ്. ആയുർവേദം ആര്യന്മാരുടെ സംഭാവനയാണ്. ആര്യന്മാർ ആ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നാണ്. സിദ്ധവൈദ്യം ദ്രവീഡിയൻ സംസ്കാരമാണ്. അത് 18 സിദ്ധന്മാരാണ് അതിൻ്റെ പ്രയോക്താക്കൾ. 18 സിദ്ധന്മാർ, അഗസ്ത്യൻ, പുലസ്ത്യൻ, ഈ 18 സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഈ വൈദ്യം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതായത് ഒരു മരുന്നിൽ തന്നെ 100 കണക്കിന് കൂട്ടമുണ്ട്. ഇന്നത്തെ പോലെ ഈ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്ന പരീക്ഷണശാലകളിൽ വെച്ച് വിവിധ മാവിനികളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമുക്കത് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല. ഈ കടലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പവിഴപ്പുറ്റും അഫ്ഗാനിസ്ഥാനിലെ കാട്ടിൽ നിൽക്കുന്ന ഒരു മുന്തിരിയും നമ്മുടെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു വള്ളിയും വേറെ ഒരു ലവണവും അല്ലെങ്കിൽ ഒരു ധാതുവും അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ഫോസിലും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ന ഗുണമുണ്ടാകുമെന്ന് ഈ മഹർഷിമാർ തിരിച്ചറിഞ്ഞത് അതീന്ദ്രിയമായ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മരത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ഇന്ന അശോകമരത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ഇന്ന രോഗത്തിന് മറുമരുന്നാണ് എന്ന് പറഞ്ഞു കൊടുത്തത് ഒരിക്കലും അതിൻ്റെ തൊലിയോ അതിൻ്റെ തടിയോ അതിൻ്റെ വേരുകളോ അതിൻ്റെ പൂക്കളോ അതിൻ്റെ കായോ ഒന്നും കൊണ്ടുപോയി പരീക്ഷിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദശമൂലാരിഷ്ടം എന്ന് പറയുന്ന ആ അരിഷ്ടത്തിൽ ഏതാണ്ട് 64 കൂട്ടം മരുന്നുകളുണ്ട്. കുമ്മിൾ, കൂവളം എന്നൊക്കെ പറയുന്ന ഒരുപാട് മരുന്നുകൾ. ഇതൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്കൊരിക്കലും ആ മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ പറയുന്നത് സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുകൾ. ഇപ്പോൾ സാറ് രാമായണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. വാത്മീകി എന്ന് പറയുന്ന രത്നാകരൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു കാട്ടാളൻ, അയാൾക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് അയാളുടെ മനസ്സിന് മാറ്റം വരുന്നത്. രത്നാകരനെ വാത്മീകിയാക്കി മാറ്റിയെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സ്. നമ്മളെപ്പോലെയുള്ള ആളുകളെ ഒരു സന്യാസിയാക്കി എടുക്കുവാൻ, പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സ്. അവിടെയാണ് ഭൗതികത തീരുന്നിടത്ത് അതീന്ദ്രിയത ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ സമൂഹത്തിന് നല്ല വഴി കാട്ടുവാൻ, ലോകത്തിന് വെളിച്ചം പകരുവാൻ, നമ്മളെ സത്യത്തിലേക്ക് നയിക്കുവാൻ, നിത്യമായ അനാദിയായ ദൈവപ്രപഞ്ചത്തെ സാധാരണമായ നമ്മുടെ ജീവിത വഴികളിലേക്ക് പ്രകാശമായി കൊണ്ടുവന്ന് ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റുവാൻ, വെളിച്ചമായി മാറുവാൻ ഒരു ഗുരുവിന് കഴിയുന്നുണ്ട് എങ്കിൽ അതാണ് അതീന്ദ്രിയത. ഇന്ന് അതീന്ദ്രിയ മനസ്സ് ആത്മീയതയുടെ പ്രകാശമെന്ന് പറയുന്ന പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് സാധാരണ സംഭവമായി ഞാൻ കരുതുന്നില്ല. അത് പ്രകാശിപ്പിക്കേണ്ട ഇടമെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സത്യത്തിലേക്ക് നയിക്കുവാൻ അഹോരാത്രം പണിപ്പെട്ട ത്യാഗികളായ
ആളുകളുടെ ജീവിതം കൊണ്ട് അവർ ജീവിക്കുന്ന ഇടത്ത്, അവരുടെ ഓർമ്മകളുള്ള സ്ഥലത്ത്, അവരുടെ സ്വപ്നങ്ങളുള്ള സ്ഥലത്ത്, അവരുടെ ചിന്തകൾ പുഷ്പങ്ങളുടെ സൗരഭ്യമായി നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഇടത്ത് അങ്ങനെയുള്ള ഭാവതലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ തൂക്കവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ കനവും ഒക്കെ വളരെ കൂടുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ ട്രാൻസ്ലേഷൻ അത് വളരെ എന്താ പറയുക ശ്രമകരമായൊരു ജോലിയാണ്. വാക്കുകളെ, മലയാള വാക്കുകളെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകളെയോ അല്ലെങ്കിൽ ഹിന്ദി വാക്കുകളെയോ ഒക്കെ അതിൻ്റേതായിട്ടുള്ള നിലയിൽ പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ വലിയ ടാസ്ക്കാണ്. ചില നേതാക്കന്മാർ ഇവിടെ വരുന്ന സമയത്ത് അവരുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പോയ ആളുകളുടെയൊക്കെ അവസ്ഥ നമ്മൾ ലൈവായി കണ്ടിട്ടുണ്ട്. ഇവിടെ ചന്ദ്രപ്രകാശ് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലൂടെ ഈ വാക്കുകൾക്ക് പൂത്തിരി കത്തിക്കുന്നുണ്ട്. ഈ വാക്കുകൾ കൂടുതൽ ഭാവങ്ങളിലേക്ക് മാറുന്നുണ്ട്, കൂടുതൽ ഭംഗിയിലേക്ക് മാറുന്നുണ്ട്. വാക്കുകൾ പൂക്കുമ്പോൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ വാക്കുകൾ പ്രകാശമായി നമ്മുടെ ഇടയിൽ പൂക്കുകയാണ്. പ്രകാശം പരത്തുന്ന ഒരു ബുക്കായിട്ടാണ് ഈ മൈത്രി സനത് കുമാറിൻ്റെ ഒരു പുസ്തകം നമ്മളുടെ ഇടയിലേക്ക് വരുന്നു. അതിന് ഉപകരണമായി പ്രവർത്തിച്ച ചന്ദ്രപ്രകാശിനോടും അത് പ്രകാശനം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ബാലേന്ദ്ര സാറിനോടും ഇവിടെ സഹൃദയരായി അത് കേൾക്കുവാൻ എത്തിയ നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി രാജാവാര്യ സാർ. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമുക്ക് ഏവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ശ്രീ BS ബാലചന്ദ്രൻ അവർകൾ, പുസ്തകം പ്രകാശനം ചെയ്ത സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ, ആശംസകൾ അർച്ചിക്കാനിരിക്കുന്ന നോർക്കയുടെ ചെയർമാൻ ശ്രീ സുദീപ് അവർകൾ, സ്വാഗതം അർച്ചിച്ച ശ്രീമതി ജയ ശ്രീകുമാർ, പുസ്തകത്തിൻ്റെ പരിഭാഷ നിർവഹിച്ച എനിക്ക് ജ്യേഷ്ഠസ്ഥാനീയനായിട്ടുള്ള എന്നാൽ സുഹൃത്തു കൂടിയായ ശ്രീ M ചന്ദ്രപ്രകാശ്, നന്ദി അർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ശ്രീമതി സിന്ധു സുരേഷ്, എൻ്റെ മുമ്പിലിരിക്കുന്ന സദ്ഭാവന ട്രസ്റ്റിലെ കുടുംബ അംഗങ്ങളെ, വാസ്തവത്തിൽ ആശംസ അർപ്പിക്കാനാണ് ഞാൻ നിയുക്തനായിരുന്നത്. അതിനുശേഷം സ്വാമി സൂക്ഷ്മാനന്ദയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ തൃക്കൈകൾ ഏറ്റുവാങ്ങേണ്ട പുസ്തകം വാങ്ങിക്കാനുള്ളൊരു നിയോഗം എനിക്കുണ്ടായി. അതിലുള്ള സന്തോഷം അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരിക്കലും ഞാനല്ല മുഖ്യപ്രഭാഷണം തമ്പാൻ സാറായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഒന്നാമതായി ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഈ യോഗം തുടങ്ങി 2 മിനിറ്റിന് ശേഷമാണ്. പക്ഷേ ഈ പുസ്തക പ്രകാശന കർമ്മവുമായി ബന്ധപ്പെട്ട് ഈ തിരുമുറ്റത്ത് ഞാൻ നിൽക്കുന്നത് ഒട്ടേറെ പ്രാവശ്യം നിന്ന് അവസാനത്തെ ഇന്നിപ്പോൾ നിൽക്കുന്നു. പുസ്തകം പ്രകാശിപ്പിക്കാനായിട്ടും എൻ്റെ പുസ്തകങ്ങൾ തന്നെ പ്രകാശനം ചെയ്യുന്ന ചടങ്ങുകളിലും പുസ്തകം സ്വീകരിച്ചതിലുമൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ പുസ്തകം സ്വീകരിക്കാൻ ഏറ്റവും അർഹൻ ഞാനാണെന്ന് ഞാൻ സ്വയം എന്നെ വിലയിരുത്തുന്നു. കാരണം ഗുരുരത്നം ജ്ഞാനതപസ്യ ഇതിൻ്റെ ആമുഖത്തിൽ എഴുതിയ വരികളിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് 3.5 പേജേ ഉള്ളൂ, പക്ഷേ വൈരാഗ്യം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകേണ്ട മനുഷ്യൻ്റെ ഒരു അവസ്ഥാവിശേഷത്തിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വൈരാഗ്യം ഇല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം പലപ്പോഴും വൈരാഗ്യത്തിന് നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന ഒരർത്ഥം അറിയാം, വെറുപ്പ്. അപ്പോൾ അത്തരത്തിൽ വെറുപ്പുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സാധാരണ ഇന്ദ്രിയ തലത്തിൽ നിന്നുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളിലും ഭോഗങ്ങളിലും അഭിരമിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ദ്രിയത്തിനപ്പുറമുള്ള അതീന്ദ്രിയ തലത്തിലെ അവാച്യമായ അനുഭൂതിയുടെ തലങ്ങളിലേക്ക്
എത്തിക്കഴിഞ്ഞാൽ മാത്രം ഒരു നിർവൃതിയുടെ ഘട്ടത്തിലേക്ക് എത്തുന്നതാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മീയതയുടെ അംശം എന്നിൽ വളരെ അല്പമാത്രമായേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ തികച്ചും ആത്മീയത കുടികൊള്ളുന്ന അത്രത്തോളം ഉദാത്തസത്വനായിട്ടുള്ള ഋഷി തുല്യനായിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈ പുസ്തകം ഞാൻ വാങ്ങിയതിലൂടെ ഞാൻ തിരിച്ചറിയുന്നത്, ഗുരു ശിഷ്യന് പുസ്തകം കൊടുത്തിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കൂ, ജീവിതത്തിൽ അത് അനുവർത്തിക്കൂ എന്നുള്ള ഒരു സന്ദേശം ഈ പുസ്തക പ്രകാശന കർമ്മത്തിൽ കുടികൊള്ളുന്നു എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി തിരിച്ചറിയുന്നു. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇത് ഇത്തരത്തിലുള്ള ഇതിൻ്റെ ചന്ദ്രപ്രകാശ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എനിക്ക് 2 പതിറ്റാണ്ടിലേറെ കൂടുതൽ പരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജ്യേഷ്ഠസ്ഥാനീയനായിട്ടുള്ള ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിലും ഒരു കവി എന്നുള്ള നിലയിലും ഒക്കെ എനിക്ക് പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ എം ചന്ദ്രപ്രകാശ്. പക്ഷെ അദ്ദേഹം എപ്പോഴും ഞാൻ കാണുമ്പോൾ തോളിൽ കൈയിടാൻ വ്യഗ്രത കാണിക്കുന്ന എന്നെ അത്തരത്തിൽ അനായാസം തോളിൽ കൈയിടാൻ ആ ഒരു ചോദനയിൽ നിന്നും ഒരടിയെങ്കിലും പിന്നോക്കം നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണിതെന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഇത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു 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 പുസ്തകത്തിൻ്റെ പരിഭാഷപ്പെടുത്തുവാൻ കാണിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ചന്ദ്രപ്രകാശ് എനിക്ക് തോളിൽ കൈയിടാനുള്ള എൻ്റെ ആ ലാഘവത്തിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അത് ഇന്ദ്രിയ മനസ്സ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളിൽ നമ്മുടെ അദ്ദേഹം നേരത്തെ വൈരാഗ്യത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളിൽ നിന്നും ഇതിനൊക്കെ മുക്തമായിട്ടുള്ള, നമ്മളെല്ലാവരും അറിയാം, ലൗകിക ജീവിതത്തിലെ ഒരുപാട് മോഹങ്ങൾ. ഞാനൊരു നാടക പ്രവർത്തകനാണെന്നുള്ള നിലയിൽ എന്നെ സൂചിപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഇന്ദ്രിയ തലത്തിൽ നിൽക്കുന്ന അത്തരം ചില സുഖങ്ങളിൽ നിന്നും അത്തരം ചില ചിന്തകളിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു നാടക പ്രവർത്തകനാവില്ല. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ മനുഷ്യരിൽ ഏറെ കൂടുതലുമുള്ള ഇന്ദ്രിയ സുഖങ്ങളിലും ഭോഗങ്ങളിലും അഭിരമിക്കുന്ന, അതിൽ മാത്രം ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ അടിവരയിട്ടുറപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഒറ്റയ്ക്കായാലും കുടുംബജീവിതമായാലും ജീവിതത്തിൻ്റെ പാരാവാരങ്ങളെല്ലാം എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പടയോട്ടങ്ങൾ നടത്തുന്നതും നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ പോലും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാതെ സ്വാർത്ഥ മനസ്സുകളുടെ ഉടമകളായിട്ട് നമ്മൾ സ്വന്തം താല്പര്യങ്ങളുടെ പിറകെ പായുന്നതും അത്തരത്തിലുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അത്തരത്തിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതും അതിൻ്റെ അർത്ഥങ്ങളും. പിന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ജീവിതത്തിൻ്റെ സന്ധ്യയോടടുക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ അത്രത്തോളം ജീവിതത്തിൻ്റെ സന്ധ്യയോടടുത്തിയില്ലെങ്കിലും ഇതുപോലുള്ളൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ സന്തുഷ്ടനാകുന്നത് ഈ ആത്മീയതയുടെ പ്രകാശം. ഞാൻ പെട്ടെന്ന് ചന്ദ്രപ്രകാശ് എന്നുള്ള പേരുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഈ പ്രകാശം, നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചല്ലോ, പ്രകാശം പരത്തുക എന്നുള്ള ഇത് വെച്ചിട്ട്, പണ്ട് കാവാലം നാരായണ പണിക്കർ എന്ന് പറയുന്ന ഒരു അദ്വിതീയനായിട്ടുള്ള നാടക കലാകാരൻ നമ്മൾ ഒരുമിച്ച്, ചന്ദ്രപ്രകാശ് ചേട്ടനും ഞാനും കൂടെ ഒരുമിച്ച് കാണാൻ പോയപ്പോൾ ആദ്യം അദ്ദേഹം പേര് ചോദിച്ചപ്പോൾ ചന്ദ്രപ്രകാശ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കുസൃതിയുണ്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. ചന്ദ്രപ്രകാശം, അപ്പോൾ സ്വയം പ്രകാശമില്ല, മറ്റൊരു സോഴ്സ് വേണോ അല്ലേ പ്രകാശം എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ ആത്മീയതയുടെ പ്രകാശം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ആത്മീയതയുടെ പ്രകാശത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അനുരണനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു പുസ്തകം പരിഭാഷപ്പെടുത്താൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്, ഊർജം നൽകിയത്. അങ്ങനെ ആ ഊർജത്തിൻ്റെ പ്രസാദനത്തിൽ കൂടി ഇത്തരത്തിൽ സദ്ഭാവന ട്രസ്റ്റ് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അതിൽ കൂടി എനിക്ക് പരിചിതനായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ എത്രയോ സംവത്സരങ്ങളായിട്ട് പരിചിതനായിട്ടുള്ള എം ചന്ദ്രപ്രകാശൻ്റെ ഉള്ളിലുള്ള ആ ആത്മീയതയുടെ പ്രകാശത്തെ ഞാൻ തിരിച്ചറിയുന്നു. പരിഭാഷ അത്ര അനായാസം ചെയ്യാവുന്നൊരു കാര്യമല്ല, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ. പണ്ട് എസ് രാധാകൃഷ്ണൻ പിന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തൊരു
കാര്യപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണ്. അന്ന് അതിനെ പരിഭാഷപ്പെടുത്താൻ നിയുക്തനായത് NV കൃഷ്ണവാര്യർ സാറായിരുന്നു. സാറിന് അറിയാമോ എന്നറിയില്ല. അപ്പോൾ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ ഈ വളരെ വശ്യസുന്ദരമായ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുകയും തൊട്ട് പുറകെ നമ്മളെ വോക്കൽ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ പുറകെ വയലിൻ ഫോളോ ചെയ്യുന്നത് പോലെ NV കൃഷ്ണവാര്യർ സാർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടറായിട്ടുള്ള NV കൃഷ്ണവാര്യർ ഇങ്ങനെ പരിഭാഷപ്പെടുത്തി പോവുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എസ് രാധാകൃഷ്ണൻ സാർ പറഞ്ഞു ബബിൾസ് ഇൻ ദ ഓഷ്യൻ എന്ന് പറഞ്ഞു. തൊട്ട് പുറകെ കൃഷ്ണവാര്യർ സാറിൽ സിന്ധുവിലെ ബിന്ദു പോലെ. എസ് രാധാകൃഷ്ണൻ സാർ അവിടെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എന്നെക്കാളും അർഹനായിട്ടുള്ളൊരു മനുഷ്യൻ എൻ്റെ പിന്നിൽ നിൽക്കുന്നു, എന്നെ പരിഭാഷപ്പെടുത്തുന്നു. ബബിൾസ് ഇൻ ദ ഓഷ്യൻ, കടലിലെ കുമിളകൾ പോലെ എന്നുള്ളതിന് സിന്ധുവിലെ ബിന്ദു പോലെ എന്നുള്ളൊരു പ്രയോഗം. കാര്യം അദ്ദേഹം സംസ്കൃത പണ്ഡിതനായതുകൊണ്ട് സിന്ധു ബിന്ദു രണ്ടിൻ്റെയും അർത്ഥം തിരിച്ചറിഞ്ഞാണ് അത്തരത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചില രചനകൾ പരിഭാഷകളിൽ കൂടി കൂടുതൽ അർത്ഥവത്താകുകയും കൂടുതൽ വായനാസുഖം പകരുകയും ചെയ്യും. ഇതിൻ്റെ ചില പേജുകളിൽ കൂടി കടന്നുപോയപ്പോൾ ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കമ്പാരിസൺ ഇതില്ല. പക്ഷേ സ്വതന്ത്രമായിട്ടുള്ളൊരു കൃതി വായിക്കുന്ന രീതിയിൽ വായിച്ചു പോകാൻ പറ്റുന്നൊരു പുസ്തകമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പിന്നെ ഇത്തരത്തിലുള്ള വളരെ ഈ മനുഷ്യൻ നിത്യജീവിതത്തിൽ ഈ വളരെ ബാഹ്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ ചില ബാഹ്യതലത്തിലെ ചില സംഗതികളിൽ കൂടി മാത്രം ജീവിതത്തിൻ്റെ അർത്ഥാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന നമ്മളെപ്പോലെ ഉള്ളവർ തീർച്ചയായിട്ടും കുറച്ച് ആയാസപ്പെട്ടെങ്കിലും ഇതുപോലെയുള്ള പുസ്തകങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട്. സന്യാസിയും ഋഷിവര്യനും ഒന്നും ആയില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആത്മീയ തലത്തിലൂടെ അതിൻ്റെ ഒരു അദ്വിതീയമായ അത്തരത്തിലുള്ളൊരു അനുഭൂതി ജീവിതത്തിൽ നാം തിരിച്ചറിയാതെ പോകാൻ നമ്മുടെ ഈ ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യ ജന്മത്തിൽ സാധിക്കാതെ പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ചെയ്യുന്നത്. അവയുടെ ധർമ്മം, ഇത്തരം പുസ്തകത്തിൻ്റെ ധർമ്മം അതാണെന്ന് മനസ്സിലാക്കുന്നു. സ്വതന്ത്രമായ കൃതികൾ ഒട്ടേറെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന സദ്ഭാവന ട്രസ്റ്റ് ഇത്തരത്തിലുള്ള അർത്ഥവത്തായിട്ടുള്ള പരിഭാഷാ രചനകൾ കൂടി കൃതികൾ കൂടി ഇനിയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി മുമ്പോട്ട് വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം.